ഭാരത് ബെൻസ് ലോറികൾ ഇഷ്ടംപോലെ പോകുന്നുണ്ടല്ലോ. എന്തോ മണ്ണടിപ്പ് നടക്കേണ്ടത് തോന്നുന്നു അടുത്ത പ്രദേശത്തെങ്ങാണ്ട്. സാധാരണ ഭാരത് ബെൻസ് ബസ് ഇവിടെ പോകുന്ന കൂടുതലും മണ്ണിടിക്കല്ല ഇതിനാണ്. അല്ലാതെ ഇപ്പോൾ ഈ വീട്ടാവശ്യത്തിന് കരിങ്കലിടാനും മറ്റേതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് നമ്പർ വണ്ടികളെ ഉണ്ടാവുള്ളൂ ആ പർപ്പസിന് പോകുന്നത്. പിന്നെ തറയ്ക്ക് കരിങ്കല്ലും അല്ലെങ്കിൽ ബ്രിക്കും ഹോളോ ബ്രിക്സും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വണ്ടികളെ അങ്ങനെ പോകുന്നുള്ളൂ. കൂടുതൽ ഈ റോഡിൻ്റെ വർക്കിനൊക്കെയുള്ള മണ്ണ് കൊണ്ടുപോകലാണ് കൂടുതൽ നടക്കുന്നത്. മണ്ണധികം റോഡിൻ്റെ വർക്കിനായിരിക്കും പോകുന്നത് കൂടുതലും. പണ്ട് പാടങ്ങൾ നിർത്താൻ പോകാറുണ്ട് മണ്ണ്. പക്ഷെ ഇപ്പം പാടങ്ങൾ നിർത്തിയാലും അതിന് മാറ്റി കിട്ടൂല എന്നാണ്. ഈ കരഭൂമിയായിട്ട് 5 സെൻറ്റ് 10 സെൻറ്റ് എങ്ങാണ്ടാണ് അത് വേറെ പറമ്പില്ലാത്തവന് മാത്രമേ കൊടുക്കുകയുള്ളൂ. പാടത്ത് ഒരു കണക്കിന് അത് നന്നായി. പാടത്ത് പെരവണിയാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ പാടം മുഴുവൻ ഫ്ലഡ് സോണിലായിരിക്കും. മിക്ക പാടങ്ങളും ഫ്ലഡ് സോണിലായിരിക്കും. അപൂർവമായിട്ടാണ് പാടങ്ങൾ. പിന്നെ ഈ പറമ്പ് ചിലർ അവർ ഈ ഇവരുടെ വിവരക്കേട് കൊണ്ട് പാടം എഴുതി പോയിട്ടുണ്ട്, പറമ്പ് ഭൂമികൾ. അതങ്ങനെയുള്ളവർക്ക് പ്രശ്നമാണ്. അത് ഇവരുടെ അതായത് വർഷങ്ങളായിട്ട് പറമ്പ് കിടക്കുന്ന സ്ഥലങ്ങൾ പല സ്ഥലത്തും മറ്റേ ഇതെന്ന് പറഞ്ഞുകൊണ്ട് പുരയിടന്ന് വരെ നിലന്ന് എഴുതി പോയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ പറമ്പിലൊക്കെ അവർ ഈ ഞാറ് നടും. അതായത് ഈ മോട്ടർ അടിച്ചിട്ട് ഞാറ് കിട്ടണം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഈ വാഴത്തെ കൃഷിക്ക് വേണ്ടി നമ്മൾ ഞാറ് നടും. അതായത് ഈ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് ഉണ്ടായിട്ടാണ് പാടത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഞാറ് നടുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ പാടം പോലെ പണ്ട് കിടന്നു. പിന്നെ ഈ അത് ചിലപ്പോൾ ഈ പറമ്പിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളും കാണും ഞാറ് നടുന്ന സ്ഥലം. അത് പക്ഷേ കൃഷി സ്ഥലമല്ല, അത് കൃഷിക്ക് വേണ്ടി ഉള്ളൊരു പ്രിപ്പറേഷൻ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രിപ്പറേഷൻ ഏരിയയാണ് ഈ ഞാറ് നടുന്ന സ്ഥലങ്ങൾ. അത് ചിലപ്പോൾ പറമ്പിൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ റീസർവേയുടെ സമയത്ത് ഇങ്ങനെ കയറി വന്നപ്പോൾ റീസർവേയുടെ സമയത്ത് അവർ ചിലപ്പോൾ അത് പാടം നിലന്ന് എഴുതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞൊരു ഭഗീരഥ പ്രയത്നമാണ്. അത് ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് പറ്റുന്ന മിസ്റ്റേക്ക് ആയിരിക്കും. ഫോക്സ്വാഗൻ പോളോയും വെൻഡോയും കുറച്ച് ലോ കോസ്റ്റിന് കിട്ടുന്ന വണ്ടികളാണ്. ഇപ്പോൾ ഫോക്സ്വാഗൻ്റെ വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം 20 lakhs above ആണ്. അന്ന് 10 lakhs തീരെ കിട്ടുന്ന വണ്ടികളാണ്. പോളോക്ക് ഇറങ്ങിയപ്പോൾ 5-6 lakhs കിട്ടുകയാണ്. മേടിച്ചു പോളോ വെൻഡോ മേടിച്ചു. പക്ഷേ ആളുകൾ ചിലർ പറഞ്ഞതിന് സർവീസ് കോസ്റ്റ് കൂടുതലെന്നൊക്കെയാണ്. എനിക്കറിയില്ല കേട്ടോ. അതായത് ഉപയോഗിക്കുന്നവരോട് തന്നെ ചോദിക്കണം.
സർവീസ് കോസ്റ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ളൊരു കംപ്ലൈൻറ്റ് ഇതുണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് 6,000 അല്ല 7,000 8,000 ഒക്കെ ആവറേജ് മിക്കവാറും ടൊയോട്ട ജാപ്പനീസ് വണ്ടികൾക്കുള്ളത് 7,000 8,000 താഴെ മിക്ക ജാപ്പനീസ് വണ്ടികൾക്കും വരുള്ളൂ സർവീസ് കോസ്റ്റ്, ആനുവൽ സർവീസ് കോസ്റ്റ് ഒക്കെ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ചിലപ്പോൾ അതിൻ്റെ ഡബിൾ വരുന്നതാണ്. 14-15 ഒക്കെ ചിലപ്പോൾ ഈ പോളോ വിൻ്റെ ഒക്കെ വരാം എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്രെറ്റയും സർവീസ് കോസ്റ്റ് കൂടുതലെന്നാരോ പറഞ്ഞു കേട്ടോ. ഞാൻ നെറ്റിൽ കണ്ടതാണ്, കറക്റ്റാണോന്നറിയില്ല. സാധാരണ ഹുണ്ടയുടെ വണ്ടികളൊക്കെ ഒരു 7,000 ഉള്ളിൽ ആനുവൽ സർവീസ് വന്നാന്നാണ് പറയണത്. പക്ഷേ ക്രെറ്റ ഓണേഴ്സ് പലരും പറഞ്ഞത് ചിലത് 13-15 ഒക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ കിയ സെൽറ്റോസ് ആ റേഞ്ചിലാവുമായിരിക്കും, കാരണം അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികളാണ്.